ഷെയ്ഖ് നുഹ്മാനെ കാണാതായിട്ട് ഇന്നേക്ക് 30 ദിവസം കഴിഞ്ഞു. ഇതുവരെ പോലീസിന് ഒരു തെളിവും കണ്ടെത്താനായില്ല. അച്ഛാ, ഈ ഷെയ്ഖാരാ? എന്താ അയാൾ ചെയ്യുന്നേ? അതറിയാൻ ഒരു 8 മാസം പുറകോട്ട് പോകണം. നമുക്ക് ലൈവ് ഇട്ടൊന്ന് പരിചയട്ടോ. ഫസ്റ്റ് ലൈവാണേ. അന്ന് താൻ ആദ്യമായി സ്ട്രീമിങ്ങിലോട്ട് വരികയും പിന്നീട് കുറേ കാലം BGMI ഈ ഫുട്ബോൾ പോലുള്ള ഗെയിമുകൾ സ്ട്രീമിംഗ് ചെയ്തു. വളരെ കുറച്ച് ഓഡിയൻസ് മാത്രമായിരുന്നു അന്ന് ഷെയ്ഖിനുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിനൊരു അവസരം കിട്ടി. തൻ്റെ കഷ്ടപ്പാടിനുള്ള ഫലം കിട്ടാൻ കേരളത്തിലെ പ്രമുഖ സ്ട്രീമറായ MRZ തൊപ്പിയിൽ നിന്ന് അദ്ദേഹത്തിനൊരു ഇൻവിറ്റേഷൻ ലഭിക്കുന്നു. തൻ്റെ സ്ട്രീമിലേക്ക് ഗസ്റ്റായിട്ടായിരുന്നു വിളിച്ചത്. അതിലൂടെ അദ്ദേഹത്തിന് കൂടുതൽ പ്രശസ്തി ലഭിച്ചു. കൂടുതൽ ആളുകൾ അറിയാൻ തുടങ്ങി. അങ്ങനെ അയാൾ ആഗ്രഹിച്ച ആ ദിവസം വന്നെത്തി. ഇന്ന് ഗസ്റ്റ് ഉണ്ട് ഗൈസ്. നമുക്ക് സ്ഥിരമായിട്ട് സൂപ്പർ ചാറ്റ് ചെയ്യുന്ന ഷെയ്ഖ് ഗെയിമിങ്ങിനെ ആർക്കും അറിയോ? യെസ് ഓറോ? ഷെയ്ഖ് ഗെയിമിങ്ങിനെ അറിയോ? ഷെയ്ഖ് ഗെയിമിംഗ് എന്നുള്ള പേര് സൂപ്പർ ചാറ്റിൽ കണ്ടിട്ടുള്ളവർ പറ. യെസ് പറ. ഷെയ്ഖ വാ. ഷെയ്ഖ് ഗെയിമിംഗ്, എല്ലാവരും ഷെയ്ഖ് ഗെയിമിങ്ങിന് ഒരു W കൊടുക്കുക. ഷെയ്ഖ് ഗെയിമിംഗ് കമോൺ. നമ്മളെ ട്രൂ സപ്പോർട്ടർ, നമ്മളെ ഫസ്റ്റ് മുതൽ സൂപ്പർ ചാറ്റിന്റെ ആളാണ്. 2 വർഷമായിട്ട് നമ്മളെ 2 വർഷമായിട്ടുള്ള സപ്പോർട്ടറാണ്. ഓക്കെ, ഞാൻ പണ്ട് മുതലേ കാണുന്നത്. എടാ, അധികം ആൾക്കാർ സ്ഥിരമായിട്ട് ലൈവ് കാണുന്നവർക്ക് അറിയണം. അധികം സൂപ്പർ ചാറ്റിൽ വരുന്നൊരു പേരാ ഷെയ്ഖ് ഗെയിമിംഗ്. അങ്ങനെ ഷെയ്ഖ് ആദ്യമായി RP ലോകത്തോട്ട് വരുന്നു. നമ്മളിങ്ങനെ നടക്കണം നോക്കണ്ട. നമ്മൾ ഈ ലൈവ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോ. ഒരു കൊല്ലം കഴിഞ്ഞാൽ നമ്മളിതിലൊരു സാമ്രാജ്യം കെട്ടിപ്പൊക്കും. പക്ഷേ തനിക്കവിടെ അപമാനങ്ങൾ മാത്രമായിരുന്നു. പണമില്ലാത്തതിനാൽ ആരും റെസ്പെക്ട് ചെയ്തില്ല. കളിയാക്കലുകളും അവഗണനയുമായിരുന്നു. ഒന്നുമില്ല, നമ്മൾ വെറുതെ ഇതിലെ നടക്കണില്ല. ആരപ്പിലൊക്കെ പോലെ നീ ഇവിടെ റോട്ടിൽ തന്നെ നിന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് ഷെയ്ഖ്. നീ ഇവിടെ റോട്ടിൽ കിടക്കാനുള്ളവരാണ്. നിന്റെ കാറ് കേറ്റിക്കൂടിയായിരുന്നു. ഒരു സഹായത്തിനാണ് ചോദിച്ചത്. അപ്പൊ അവൻ ഒരു സഹായത്തിന് 10 രൂപ 20 രൂപ ചോദിച്ചാൽ മതി. 1 കോടിയൊക്കെ ചോദിച്ചാൽ ഞാൻ. പക്ഷെ അതിനുശേഷം നടന്നത് മറ്റൊന്നായിരുന്നു. സിറ്റി കണ്ടവിൽ വെച്ച് ഏറ്റവും വലിയ പണക്കാരനായി മാറി. സ്വന്തമായി ബാങ്ക്. നമ്മ കൊറേ പേര് കളിയാക്കി. ഇന്ന് നമ്മൾ ഈ സിറ്റിയിൽ സ്വന്തമായിട്ടൊരു ബാങ്ക് തന്നെ അങ്ങ് തുടങ്ങി. മനസ്സിലായോ? ലക്ഷറി വാഹനങ്ങൾ, പ്രൈവറ്റ് ഐലൻഡ്, ഷെയ്ഖ് മൻസിൽ എന്ന പേരിൽ ഒരു കൊട്ടാരവും താനുണ്ടാക്കി. എന്തിനു പറയാൻ, ബുർജ് ഖലീഫ് പോലും തൻ്റെ പേരിലാക്കി. ഇത് കാണണ്ടടാ മുത്തേ. തന്നെ കളിയാക്കിയവരെ കൊണ്ട് തന്നെ അവൻ കൈയടിപ്പിച്ചു. തന്നെ വളർത്തിയവനെ അവൻ കൂടെ ചേർത്ത് പിടിച്ചു. ഇതും ഞാൻ പറയാറുള്ള ചതുരംഗക്കളിയുടെ ഒരു ഭാഗം. പ്രതീക്ഷിക്കാത്ത ഭാഗത്തു നിന്നുള്ള ചില നീക്കങ്ങൾ. പണം അത് പരുന്തിന്റെ മേലെ പറക്കും. അത് തോനെയെറിഞ്ഞ് ആരും വീഴും, ആരെയും വീഴ്ത്താം. മണി ടോക്സ്. കഴിഞ്ഞു അച്ഛാ, അതോ? ഇല്ല, കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഷെയ്ഖ് എന്ന പേരിനു മുമ്പിൽ MRZ എന്ന 3 അക്ഷരം വന്നു. ഷെയ്ഖ് നുഹ്മാൻ MRZയുടെ കോ-ലീഡറായി. അന്ന് സിറ്റിയിൽ MRZ ഗാങ് ബിൽഡ് ചെയ്തു വരുന്ന സമയമായിരുന്നു. തൊപ്പിയുടെ ഉറ്റ സുഹൃത്തായ മാക് ആയിരുന്നു സിറ്റിയിൽ MRZ ഗാങ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിരുന്നത്. അങ്ങനെ മാക് ആണ് ഷെയ്ഖിനെ MRZയിലോട്ട് വിളിക്കുന്നതും കോ-ലീഡറാക്കുന്നതും. പിന്നീട് നമ്മൾ കാണുന്നത് മാക് ഷെയ്ഖ് കൂടെ പണിത് ഒരു സാമ്രാജ്യത്തെയാണ്, MRZ എന്ന സാമ്രാജ്യത്തെ.
കുറെ അധികം കഷ്ടപ്പാടുകൾ നേരിട്ട് MRZ എന്ന ഗാങ് സിറ്റിയിൽ വന്നു. ഷെയ്ഖും മാക്കും MRZയുടെ നെടുംതൂണായി നിന്നു. ഗാങ് തുടങ്ങുമ്പോൾ ലീഡറായി നിന്നിരുന്നത് തൊപ്പിയായിരുന്നു. പക്ഷേ തനിക്ക് ആ സ്ഥാനത്ത് തുടരാൻ അധികകാലം കഴിഞ്ഞില്ല. കുറച്ച് പ്രശ്നങ്ങൾ കാരണം തൊപ്പി ആ സ്ഥാനമൊഴിഞ്ഞ് MRZയുടെ ഗോഡ് ഫാദറായി നിലനിന്നു. എന്നാൽ MRZക്ക് അന്നൊരു ലീഡറിനെ അത്യാവശ്യമായിരുന്നു. The new MRC leader. MRC Shamir. അതുകൊണ്ട് തന്നെ തൻ്റെ മിത്രമായ ഷമീറിനെ MRZയുടെ ലീഡറാക്കി. കൈമാറി തരാന്ന് നന്നായിട്ട് നോക്കണം, പിള്ളേരെല്ലാം നന്നായിട്ട് നോക്കണം. അങ്ങനെ ഷെയ്ഖിൻ്റെയും മാക്കിൻ്റെയും ഷമീറിൻ്റെയും നേതൃത്വത്തിൽ MRZ മുന്നോട്ട് പോയി. തുടക്കത്തിൽ അവർക്ക് വിജയങ്ങളായിരുന്നു അധികവും. യുദ്ധങ്ങളെല്ലാം അവർ ജയിച്ചു മുന്നോട്ടു പോയി. പോകുതോറും അവർക്ക് ശത്രുക്കൾ കൂടി തുടങ്ങി. മിത്രങ്ങളായി നിന്നവർ എതിരെതിരെ നിന്നു, അവരെ വേട്ടയാടാൻ തുടങ്ങി. പക്ഷെ ഷെയ്ഖും മാക്കും ഗാങ്ങിൻ്റെ പേരിൽ അവരുടെ ബന്ധങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. RP ആണ്, ഓക്കെ. പക്ഷേ RP ആയാണ്ട് എടുത്തുകൊണ്ട് കുറേ വൾഗാരിറ്റിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ റിലേഷനും ഫ്രണ്ട്ഷിപ്പും ഒക്കെ സ്പോയിലാവും. മനസ്സിലായോ? ഒരു ഗെയിമിൻ്റെ പേരിൽ അങ്ങനെ ഒരു റിലേഷനോ ഫ്രണ്ട്ഷിപ്പോ സ്പോയിൽ ചെയ്യാൻ നമുക്ക് ആർക്കും പേഴ്സണലി താല്പര്യമില്ല. മനസ്സിലായില്ലേ? അവരെ ഈ പറയുന്ന പോലെ മൂഡ് താങ്ങി പോകുന്നില്ല. നമുക്ക് തന്നൊരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പിയാണെന്നുണ്ടെങ്കിൽ പോലും വെറുതെ ആവശ്യമില്ലാതെ അങ്ങോട്ട് പോയാണ്ട് സിറ്റുവേഷൻസ് എടുക്കണ്ട, KV TV ആയിട്ട് മാക്സിമം ഫ്രണ്ട്ലി ആവാൻ നോക്ക് എന്നുള്ള രീതിയാണ് നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതിൽ ഇനീഷ്യലി എടുത്ത എല്ലാവരെയും നമുക്ക് നല്ല രീതിക്ക് പോകാമെന്ന് പറയണത്. ഞാൻ ഈ പറയണത് വ്യക്തമായിട്ട് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. ഇത് ശ്രദ്ധിച്ച് കേട്ടോ. നമുക്ക് KV ആയിട്ടും TV ആയിട്ടും ഫ്രണ്ട്ലി ആയിട്ട് പോകാമെന്ന് പറയാനുള്ള മെയിൻ റീസൺ, നമുക്ക് സിറ്റിയിൽ മനസമാധാനമായിട്ട് അലമ്പില്ലാതെ നല്ല രീതിക്ക് ഇതൊരു ഗെയിമായി കണ്ടുങ്ങാണ്ട് മര്യാദക്ക് പോവാ എന്ന് കരുതിയിട്ട് മാത്രമാണ് നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് എടുത്തത്. അഥവാ പുറത്ത് ബന്ധമുള്ള, പുറത്ത് റിലേഷനുള്ള, മാക്കിനൊക്കെ TVയിലെ എല്ലാ മെമ്പേഴ്സിനായിട്ടൊക്കെ കമ്മിറ്റ്മെൻ്റ് ഉള്ള അങ്ങനത്തെ പ്ലെയേഴ്സൊക്കെ ഇതിലുണ്ടായതുകൊണ്ട് ഇത് നല്ല രീതിക്ക് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് എടുത്തത്. പക്ഷേ ബന്ധങ്ങളുടെ പേരിൽ ചേർത്ത് പിടിക്കാൻ നോക്കിയെങ്കിലും അതിന് സാധിച്ചില്ല. ഇവിടത്തേക്ക് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്കിത് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. കണ്ട നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോളവാണങ്ങളെല്ലാം കൂടെ പിടിച്ചെടുത്ത് ഒരു സാധനത്തിനകത്ത് വെച്ചിട്ട് ഞങ്ങൾ അവളെ കാണുമ്പോൾ MRC എന്നുള്ള പേരുണ്ടെന്ന് പറഞ്ഞ് ചിരിച്ചു കാണിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ഇരിക്കും? എനിക്ക് സൗകര്യമില്ലടാ, എനിക്ക് സൗകര്യമില്ല. മിത്രങ്ങളെല്ലാം ശത്രുക്കളായി മാറിക്കൊണ്ടിരുന്നു. പിന്നീട് തോൽവികളും നഷ്ടങ്ങളും വന്നുകൊണ്ടിരുന്നു. തുടർച്ചയായി പല ഭാഗത്തു നിന്നും അവർക്ക് ആക്രമണങ്ങൾ വന്നു. ഇത്രയും പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ നടക്കാൻ പാടില്ലാത്തൊരു കാര്യം കൂടെ നടന്നു. ഞാനിത് ഇന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇത് ലീവ് ചെയ്ത് ഞാൻ ഈ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ പരിപാടി ലീവ് ചെയ്ത് ഞാൻ പോവാം. അത് ഷമീർ ലീഡർ സ്ഥാനം കൊഴിഞ്ഞു. പക്ഷേ അവർക്ക് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ. ഇതുകൊണ്ടൊന്നും MRZ തളരുന്നില്ല. ഇത് വെറും തുടക്കം മാത്രമാണ്. ഇനിയും കുറേ തോൽവികളും നഷ്ടങ്ങളും വന്നേക്കാം. പക്ഷേ ഇതൊന്നും ഒന്നിൻ്റെയും അവസാനമല്ല, തുടക്കം മാത്രമാണ്. പോലീസ് അവനെ എന്തിന് തിരയുന്നു? നമ്മളറിയാത്ത കുറേ കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ട്. സത്യം ജയിക്കും. ഇത് അവസാനിക്കുന്നില്ല, കഥ തുടരും. റിമെമ്പർ ഹിസ് നെയിം, ഷെയ്ഖ് നൊഹ്മാൻ. അച്ഛൻ ഇതെല്ലാം എങ്ങനെ അറിയാം? മർസേലൂസ്. അത് ഒരു ബുക്കാണ്, 4 അധ്യായങ്ങളുള്ള ഒരു പുസ്തകം.